ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ്സിൽ സെക്കൻഡ് പാർട്ട് ഗ്ലോബലൈസേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഹോൾ വേൾഡിനെ സിംഗിൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊരു രാജ്യത്തെ പ്രോഡക്റ്റും സർവീസും വേറെ ഏതൊരു രാജ്യത്തും അവൈലബിൾ ആക്കുന്ന പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷനിലൂടെ മെയിൻലി പല ട്രേഡ് ബാരിയേഴ്സും റെഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ അബോളിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തും ഉള്ള ഒരാൾക്കും വിദേശത്തെ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കാം, നമ്മുടെ പ്രോഡക്റ്റ് വിദേശത്ത് വിൽക്കാം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വേൾഡിൽ ഏതൊരു ഭാഗത്തും നടത്താനായിട്ട് സാധിക്കുന്നത് ഗ്ലോബലൈസേഷനിലൂടെയാണ്. അപ്പോൾ ഗ്ലോബലൈസേഷന് ഹോൾ വേൾഡിൻ്റെ എക്കണോമിയെ ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് വേൾഡ് ഇൻ ടു വൺ ഹ്യൂജ് മാർക്കറ്റാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബലൈസേഷൻ്റെ ഹോൾ വേൾഡ് ഇൻ്റർ കണക്ഷൻസ് ആണുള്ളത്. പിന്നെ ബിസിനസ് ത്രൂ ഔട്ട് ദ വേൾഡിൽ എക്സ്പാൻഡ് ചെയ്ത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലോബൽ കൺസ്യൂമർ, നമ്മുടെ പ്രോഡക്റ്റിന് ഗ്ലോബൽ കൺസ്യൂമേഴ്സിനെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഏത് രാജ്യത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ സാധിക്കും. മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ ഹോൾ വേൾഡിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എൻറ്റയർ വേൾഡിനെ നമ്മൾ ഒരു സിംഗിൾ മാർക്കറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ടെക്നോളജി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഓറിയൻറ്റഡ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ഹോൾ ഗ്ലോബലെ സിംഗിൾ മാർക്കറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യേണ്ടത്. ഡൊമസ്റ്റിക് ഫോറിൻ മാർക്കറ്റ്സിന് വ്യത്യാസങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. IMF, WTO, ഇതൊക്കെയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. പിന്നെ ഗ്ലോബലൈസേഷനിൽ ട്രേഡ് ബാരിയേഴ്സ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി, ട്രേഡ് ബാരിയേഴ്സിൻ്റെ ഡിക്ലൈനിങ്ങും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയും ഗ്ലോബലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനീസ് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ദ ബിസിനസ് അറ്റ് ഗ്ലോബൽ ലെവലാണ്. ഇപ്പോൾ ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോൾ എല്ലാവരും അവരുടെ ബിസിനസ്സിനെ ഒരു ഗ്ലോബൽ ലെവലിലേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ MNCs കൂടുതലായിട്ട് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ MNCs ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അടുത്ത ഫോംസ് ആൻഡ് സ്റ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേജസ് പറയുമ്പം ആദ്യം ഇന്നത്തെ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഗ്ലോബലൈസേഷൻ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു ഡൊമസ്റ്റിക് കമ്പനി ഗുഡ്സ് ഡീലേഴ്സ് വഴി എക്സ്പോർട്ട് ചെയ്യുന്നതാണ് തുടക്കം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു ബിസിനസ്സുകാരൻ വിദേശത്തേക്ക് ഗുഡ്സ് കയറ്റി അയക്കുന്ന ഒരു എക്സ്പോർട്ട് ഡീലർ വഴി ഗുഡ്സ് വിദേശത്തേക്ക് എത്തിക്കുന്നു. രണ്ടാമത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അയാൾ നേരിട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യത്തേത് ഡീലേഴ്സ് വഴി, രണ്ടാമത്തത് നേരിട്ട് അയാൾ എക്സ്പോർട്ട് ചെയ്യും. മൂന്നാമത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് അയാൾ ഒരു ഒരു കോൺട്രാക്റ്റിൽ വന്നിട്ട് അയാൾ ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് നടത്തും. പിന്നെ അയാളൊരു ഫോറിൻ കമ്പനിയായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അയാൾ ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പം അയാളൊരു ഫോറിൻ കമ്പനി സ്വന്തമായി ഓൺ ചെയ്തിട്ട് അയാൾ വിദേശ ട്രാൻസാക്ഷൻസ് നടത്തും. ഇതാണ് അതിൻ്റെ സ്റ്റേജസ് പറയുന്നത്. ഇനി മെയിൻലി ഈ ഗ്ലോബലൈസേഷനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്, ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജി. ഇതാണ് അതിൻ്റെ 4 സ്റ്റേജസ് അല്ലെങ്കിൽ ഫോംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്ലോബലൈസേഷനിലൂടെ ഹോൾ വേൾഡിനെ നമ്മളൊരു സിംഗിൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പല രാജ്യത്തിലും കൾച്ചർ ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഏതൊക്കെ ആൾക്കാർക്കാണ് ആക്സസിബിൾ അവിടെയെല്ലാം നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതിൻ്റെ ഭാഗമായിട്ട്, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വേൾഡ് വൈഡിൽ നമ്മുടെ പ്രോഡക്റ്റ് താല്പര്യമുള്ള എല്ലാ രാജ്യത്തേക്കും നമ്മുടെ പ്രോഡക്റ്റിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാസ് പ്രൊഡക്ഷൻ എടുത്ത് അതേപോലെ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ അവൈലബിൾ ആക്കുക. അതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്. ദെൻ ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് രാജ്യത്തു നിന്നാണോ നമുക്ക് അതിൻ്റെ പിന്നെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആകുക, അവിടുന്ന് റോ മെറ്റീരിയൽസ് കണ്ടെത്തുക, സോഴ്സ് ചെയ്യുക. ഇനി അതെവിടെയാണോ നമുക്ക് കുറഞ്ഞ കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലോ കോസ്റ്റിൽ എവിടെ നിന്നാണോ കിട്ടുക അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറഞ്ഞ കോസ്റ്റിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വേറെ രാജ്യത്തേക്ക് നമുക്കത് സെൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി കുറഞ്ഞ കോസ്റ്റ് കിട്ടുന്ന രാജ്യത്തു നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് എടുത്ത് നമുക്ക് എവിടെയാണോ കുറഞ്ഞ കോസ്റ്റിൽ ടെക്നോളജി കിട്ടുക അവിടുന്ന് പ്രൊഡക്ഷൻ നടത്തി ഏത് രാജ്യത്തേക്കാണോ ഗുഡ്സ് കൊടുക്കേണ്ടത് അവിടേക്ക് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തേർഡ് സ്റ്റേജ് പറയുന്നത്. നമ്മുടെ എമൗണ്ട്, കയ്യിലുള്ള എമൗണ്ട് നമുക്ക് ഏത് വിദേശ രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്ന പ്രോജക്റ്റുകൾ ഏത് രാജ്യത്തൊക്കെയാണ് അവൈലബിൾ ആ രാജ്യത്തേക്ക് നമുക്കതിന് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ്. എല്ലാ പ്രോജക്റ്റുകളും അവർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന പ്രോജക്റ്റുകളിൽ എത്ര ശതമാനം സ്വീകരിക്കുക അതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജി. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ന്യൂ ടെക്നോളജി ഏത് രാജ്യത്തു നിന്നാണോ നമുക്ക് അവൈലബിൾ ആ രാജ്യത്തെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. അത് ടെക്നോളജി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ജപ്പാൻ ടെക്നോളജിയാണ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് തോന്നുന്നെങ്കിൽ ആ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ആ രാജ്യത്തെ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇത്രയാണ് 3 സ്റ്റേജസ് പറഞ്ഞേക്കുന്നത്. അടുത്ത ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണലൈസേഷനാണ്. അപ്പോൾ ഗ്ലോബലൈസേഷനും ഇൻ്റർനാഷണലൈസേഷനും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹോൾ വേൾഡിൻ്റെ എക്കണോമി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, ഒന്നിച്ച് എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം ഒരേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഗ്ലോബൽ എക്കണോമിക് ഇൻ്റഗ്രേഷനാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്, ട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്സ്, അലയൻസ്, ഇതൊക്കെയാണ് ഇൻ്റർനാഷണലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മെയിനായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമുക്കൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ വിദേശത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ വിദേശത്തും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ലാഭം ഏതൊക്കെ രാജ്യങ്ങളിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടോ ആ രാജ്യങ്ങളിലൊക്കെ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലോബലൈസ്ഡ് കമ്പനി അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾക്ക് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ പല വിദേശത്തും വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എല്ലാം തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ ബിസിനസ് ഉണ്ട്, നമുക്കത് ഇൻ്റർനാഷണലി നമ്മൾ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ വന്നു ചേരുന്നു. അങ്ങനെ വരുന്നതിനെ ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത ഡ്രൈവേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബലൈസേഷൻ ആണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഗ്ലോബലൈസേഷനുള്ള റീസൺസ്, കാരണങ്ങളാണ്. ഒന്ന്, ഡിക്ലൈനിങ് ബാരിയേഴ്സാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള പല റെസ്ട്രിക്ഷൻസും എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റേറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ബാരിയേഴ്സ് ഡിക്ലൈൻ ചെയ്യുന്നതാണ് ഗ്ലോബലൈസേഷൻ്റെ ഒരു റീസൺ. പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചാണ്. ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ പല മാറ്റങ്ങൾ വന്നു. മെയിൻലി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ മാറ്റം വന്നു. അതാണ് ഗ്ലോബലൈസേഷൻ റിസൾട്ട് ചെയ്ത വേറൊരു കാര്യം. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ
ടെക്നോളജിയിൽ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പോലെ മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി, ഏത് രാജ്യത്തു നിന്നും ഏത് രാജ്യത്തേക്കും എത്രയും എന്താ പറയുക കുറഞ്ഞ സമയം കൊണ്ട് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷന് ഈ ഒരു രീതിയിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരാനായിട്ട് ഈ ടെക്നോളജികളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് വൺ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ കണ്ടു വേൾഡ് ബാങ്ക്, IMF, WTO ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്ലോബലൈസേഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ ഹോമോജിനൈസേഷൻ. അപ്പോൾ ഇതിനകത്ത് ചില പ്രോഗ്രാമുകൾ, ഇവൻറ്റുകൾ സംഭവിക്കുമ്പോൾ ആ ഒരു കൾച്ചറൽ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ലോകത്തെ ഒന്നിച്ച് നിർത്തുന്ന ഒരു പ്രോസസ്സുണ്ട്. വേൾഡ് കപ്പ്, ഒളിമ്പിക് ഗെയിംസ് ഒക്കെ വരുന്ന സമയത്ത് ലോകത്തെ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഇവൻറ്റ്സാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കൾച്ചറൽ ഹോമോജനൈസേഷനും ഗ്ലോബലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ, ഇൻഡസ്ട്രിയിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഓരോ എന്താ പറയുക ബിസിനസ്സിനും അവൈലബിൾ ആക്കുന്നത് ഗ്ലോബലൈസേഷനിലൂടെയാണ്. പിന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓർ റേഷണൽ ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്ലോബലൈസേഷനിലൂടെ നമുക്ക് വേൾഡ് ഡെവലപ്മെൻറ്റ് തന്നെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഡെവലപ്ഡ് നേഷൻസിനും ഡെവലപ്പിംഗ് നേഷൻസിനും അണ്ടർ ഡെവലപ്ഡ് നേഷൻസൊക്കെ ഒന്നിച്ച് വരുമ്പോൾ ലോകത്തെ തന്നെ മൊത്തം ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കാനായിട്ട് ഗ്ലോബലൈസേഷന് സാധിക്കും. പിന്നെ ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ് ആണ്. പുതിയ ഓരോ ബിസിനസ്സിനും അവരുടെ പ്രോഡക്റ്റ് പുതിയ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലോബലൈസേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് ആണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. അതായത് ഗ്ലോബലൈസേഷനിലൂടെ ലോകത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ, വ്യവസ്ഥകളെയൊക്കെ ഒന്നിച്ചാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തു നിന്ന് ക്യാപിറ്റൽ വേറൊരു രാജ്യത്തേക്ക് വരുന്നു, ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നു, അങ്ങനെ എല്ലായിടത്തും ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിനകത്ത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റലിന് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോളജി, ഫ്രീ ഫ്ലോ ഓഫ് ടെക്നോളജി, ഏത് രാജ്യത്തെ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ടെക്നോളജി ഉണ്ട്. ദെൻ സ്പ്രെഡ് ഔട്ട് ദ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, ഇവിടുത്തെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാലൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് വേൾഡ് എക്കണോമീസ്. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ, ടെക്നോളജി, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക പല രാജ്യങ്ങളിലുള്ളത് നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഈ ടെക്നോളജിയും ക്യാപിറ്റലൊക്കെ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തുമ്പോൾ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ ഒരു ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, വേൾഡ് മൊത്തത്തിൽ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രൊഡക്ഷൻ കൺസംഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മുടെ ബിസിനസ് നമുക്ക് വേണ്ടി മാത്രമല്ല മൊത്തത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും, ആൾക്കാർ കൂടുതലായിട്ട് പല രാജ്യക്കാർ വാങ്ങും, കൺസംഷൻ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് കുറഞ്ഞ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആകും, ലോ പ്രൈസ് വിത്ത് ഹൈ ക്വാളിറ്റി. പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. ഗ്ലോബലൈസേഷനിലൂടെ പല രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ നമുക്ക് അറിയാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം, ഗ്ലോബലൈസേഷനിലൂടെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അതേപോലത്തെ എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ അതിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രോഡക്റ്റുകൾ, വിദേശ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ബാലൻസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പല ആൾക്കാരുമായിട്ട് ഇൻവോൾവ് ആകാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പല നോളജുകൾ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വെൽഫെയർ ആൻഡ് പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇക്കണോമിക് സിറ്റുവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വെൽഫെയറും ഇൻക്രീസ് ചെയ്യും ഓരോ ആൾക്കാരുടെ. ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷനിലൂടെ
നമുക്കുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു കോമ്പറ്റീഷൻ വിത്ത് ഡൊമസ്റ്റിക് ബിസിനസ്സാണ്. ഒരു ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സുകാർക്ക് വിദേശ പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡൊമസ്റ്റിക്കാർക്ക് അതൊരു പ്രശ്നമാണ്, ഡൊമസ്റ്റിക് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നവർക്ക്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ MNCs ഒക്കെ വരും. അന്നേരം ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെ നിന്നാണോ ലേബേഴ്സിന് കിട്ടുക അവർ ഉപയോഗിച്ചാണ് അവർ പ്രൊഡക്ഷനൊക്കെ നടത്തുക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അണ്ടർ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടുന്നത് ഏത് രാജ്യത്താണ് അവിടെ നിന്നാണ് അവർ ഔട്ട്സോഴ്സ് ചെയ്യുക ആൾക്കാരെ. അപ്പോൾ ആ രാജ്യത്ത് ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കുറയും. അപ്പോൾ അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, ചില രാജ്യങ്ങൾ അവർക്ക് ആവശ്യമില്ലാത്ത ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും വേറെയുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി വരാം. ബ്ലോ ടു ഹാൻഡിക്രാഫ്റ്റ്, പുതിയ ഫോറിൻ പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഹാൻഡിക്രാഫ്റ്റ് പോലെയുള്ള പ്രോഡക്റ്റുകൾ ആൾക്കാർ ചൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവർക്കതൊരു അവരുടെ ബിസിനസ് ഡള്ളാവും. പിന്നെ ഡൊമസ്റ്റിക് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ഡിക്ലൈൻ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഫോറിൻ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് വരുമ്പോൾ. അങ്ങനെ വരുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനും ഇൻകം ഒക്കെ റെഡ്യൂസ് ചെയ്യപ്പെടും, ഡിക്ലൈൻ ഇൻ ഇൻകം വരാം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് നാഷനിലുള്ളവരുടെ ആ ഒരു റിച്ച് ആൻഡ് പുവർ എന്നുള്ളൊരു ഗ്യാപ്പ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചില രാജ്യങ്ങൾ കൂടുതൽ റിച്ച് ആവുകയും ചില രാജ്യങ്ങൾ പുവറായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഡിസ്ക്രിമിനേറ്ററി ഫ്ലോ ഓഫ് ക്യാപിറ്റലാണ്. കാരണം എന്താ പറയുക, ഡെവലപ്ഡ് നാഷൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പിന്നെയും താല്പര്യമായിരിക്കും. അതേസമയം ലെസ് ഡെവലപ്ഡ് നാഷൻസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കുറവായിരിക്കും. അപ്പോൾ അവിടെയും വീണ്ടും റിച്ച് ആയിട്ടുള്ളവർ വീണ്ടും റിച്ച് ആവുകയും പുവർ ആയിട്ടുള്ളവർ വീണ്ടും പുവർ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വരും. പിന്നെ ട്രാൻസ്ഫർ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അപ്പോൾ നമ്മുടെ MNCs ഒക്കെ വന്ന് ചില രാജ്യങ്ങളിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ മൊത്തം അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് രാജ്യത്തെ നാച്ചുറൽ റിസോഴ്സ് പോവുകയും ചെയ്യും, അതുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാവാനും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കൊളോണിയലിസം വരാനുള്ള, അതായത് കോളനിവൽക്കരിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ചില രാജ്യങ്ങൾ ഗ്ലോബലൈസേഷനിൽ ഹൈ പവറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനും ചില രാജ്യങ്ങൾ ഒന്നും അല്ലാതായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അധികാരം കൂടുതൽ വരുന്ന രാജ്യങ്ങൾ ഒന്നിച്ച് നിന്ന് ഒരു കൊളോണിയലിസം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നാഷണൽ സോവറിനിറ്റി അറ്റ് സ്റ്റേക്ക്, അതായത് സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഗ്ലോബലൈസേഷനിലൂടെ ചില രാജ്യങ്ങൾക്ക് അവരുടെ പവർ നഷ്ടപ്പെടുകയും വേറെ ചില സാമ്പത്തിക ശക്തികളായിട്ട് ചില രാജ്യങ്ങൾ വളരാനുമുള്ള ചാൻസ് ഇതിലൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തത് മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഗ്ലോബലൈസ് ഇന്ത്യൻ ഇക്കണോമി. ഇന്ത്യൻ ഇക്കണോമിയുടെ ഗ്ലോബലൈസേഷന് വേണ്ടി ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഡിവാലുവേഷൻ ഓഫ് റുപ്പിയാണ്. അപ്പോൾ ഓവർ വാല്യൂ ആയിട്ട് നിന്നിരുന്ന ഇന്ത്യൻ റുപ്പീനെ ഡിവാല്യൂ ചെയ്യുകയാണ് അവർ ചെയ്തത്. അതേപോലെ തന്നെ റുപ്പി കൺവേർട്ടബിലിറ്റി, പാർഷ്യൽ കൺവേർട്ടബിലിറ്റി ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പീനെ ഫുൾ കൺവേർട്ടബിലിറ്റിയിലേക്ക് മാറ്റി. പിന്നെ ഫോറിൻ ട്രേഡിൻ്റെ പല നിയമങ്ങളും ലിബറലൈസ് ചെയ്തു. ഫോറിൻ ട്രേഡിൽ എന്താ പറയുക, കുറേ ബാരിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലിബറലൈസ് ചെയ്ത് ഫ്രീ ആയിട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാക്കി. പിന്നെ ഇൻവൈറ്റിംഗ് ഫോറിൻ ക്യാപിറ്റൽ, ആദ്യം വിദേശ നിക്ഷേപം നമ്മൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മുടെ പല മേഖലകളിലേക്കും വിദേശ നിക്ഷേപം സ്വീകരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇതൊന്നും അല്ലാതെ അതർ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ അവരുടെ ട്രേഡ് മാർക്ക് ഇന്ത്യയിലെ ബിസിനസ്സിന് ഉപയോഗിക്കാം. അതേപോലെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള അതർ മെഷേഴ്സ് ഈ ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ, ഇന്ത്യൻ ഇക്കണോമി ഗ്ലോബലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സാണ്. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യൻ ഇക്കണോമിയാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കണോമിയിൽ ഗ്ലോബലൈസേഷൻ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്നാണ്. രണ്ട് രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പോൾ പോസിറ്റീവ് എഫക്ട്സ് ആണ് പറയുന്നത്.
എൻലാർജ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പാൻഷനും ഗ്ലോബലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽഫ് റിലയൻസ്, നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഗ്ലോബലൈസേഷനിലൂടെ നമുക്ക് നേടാനായിട്ട് പറ്റി. പിന്നെ BOP സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, നമ്മുടെ എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാകുമ്പോൾ നമുക്ക് BOP സിറ്റുവേഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സർപ്ലസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള BOP സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി ഒരു പരിധിവരെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത സമയത്ത് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് അത് വലിയ വ്യത്യാസം വരാതെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് നമുക്ക് ഗ്ലോബലൈസേഷനിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ വിദേശ നിക്ഷേപം നമ്മുടെ രാജ്യത്തേക്ക് ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ ഡെപ്റ്റ് പൊസിഷൻ അത് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ എക്സ്റ്റേണൽ ഡെപ്റ്റ് പൊസിഷൻ, വിദേശ എന്താ പറയുക എമൗണ്ടുകൾ ഇങ്ങോട്ട് വരികയും നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റ് കടം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പൊസിഷൻ, നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ റിസർവ് ആവശ്യമാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അപ്പോൾ അത് കൂടുതൽ റിസർവ് കരുതാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഇഫക്ട്സ് പറഞ്ഞു വെക്കുന്നത്, ഫസ്റ്റ് വൺ ഇൻക്രീസ് ഇൻ ഡെഫിസിറ്റ് ഓൺ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആണ് കൂടുതലെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അടുത്തത് സ്ലഗിഷ് റൈസ് ഇൻ FDI ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പതുക്കെയാണ് റൈസ് ചെയ്യുന്നത്. പെട്ടെന്നൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ഇവിടെ കാണുന്നില്ല, വളരെ കുറഞ്ഞ രീതിയിലുള്ള ഇൻക്രീസാണ് ഉള്ളത്. ദെൻ ഡിക്ലൈൻ ഇൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏതാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതി നമുക്കിവിടെ ഗ്ലോബലൈസേഷനിൽ അത്രയ്ക്ക് ഇല്ല. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ഇല്ലാത്തതും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പിന്നെ MNCs വന്നു കഴിയുമ്പം അവരാണ് എന്താ പറയുക ഒരു കുത്തകയായിട്ട് മാറിയിട്ട് അവർ കൺട്രോൾ വരും. അപ്പോൾ അവരുടെ ഒരു ഡോമിനൻസ് ഇതിലൊരു നെഗറ്റീവ് ഇഫക്റ്റാണ്. പിന്നെ വേജസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇവർ MNCs ഒക്കെ ഏറ്റവും കുറഞ്ഞ വേജ് കൊടുത്തുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്രെഡിറ്റ് ഫ്ലോ, അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് ക്രെഡിറ്റ് അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഡൗട്ട്ഫുൾ എഫിക്കസി ഫോർ പോവർട്ടി എലിവേഷൻ, അതായത് നമുക്ക് പോവർട്ടി റിമൂവ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ചെയ്യണം എന്നുള്ളൊരിത് നമുക്കൊരു പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഗ്ലോബലൈസേഷനിലൂടെ പോവർട്ടി റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ലിമിറ്റേഷൻ. പിന്നെ ഇൻഫ്ലേഷണറി ബയാസ് ആണ്, കൂടുതലായിട്ട് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറിനെ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് പറയുന്നത്.